പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവും നമ്മുടെ പ്രത്യാശയും എന്ന വിഷയമാണല്ലോ നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒന്നിനു പുറകെ ഒന്നായി ലോക ജനതയെ വല്ലാത്ത കഷ്ടത്തിലും വേദനയിലും നിരാശയിലും ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മെ വളരെയധികം ഉത്കണ്ഠാകുലരാക്കുന്ന, ആശങ്കാകുലരാക്കുന്ന അനേക സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും ദിനംതോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നാം ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ കടന്നു വരുന്ന മഹാമാരികൾ, പകർച്ചവ്യാധികൾ, സുനാമികൾ, വെള്ളപ്പൊക്കങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം ഒരു വശത്ത്, മറുവശത്താകട്ടെ മനുഷ്യ സമൂഹത്തെ ഭയപ്പാടിലും ആശങ്കയിലുമാക്കുന്ന, മനുഷ്യന്റെ മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്നതായ സമൂഹത്തിൽ നടമാടുന്ന അനേക അക്രമങ്ങളും ഞെട്ടിപ്പിക്കുന്ന പലവിധത്തിലുള്ളതായ ഹീനമായ പ്രവൃത്തികൾ. ഇങ്ങനെ നമുക്ക് ചുറ്റും കാണുന്നത് അനേക സംഭവങ്ങളുടെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. എങ്ങനെ, എപ്പോൾ, എന്ത്, എവിടെ എന്നൊക്കെ ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുന്നുണ്ട്. ഇതൊക്കെ എപ്പോൾ ശരിയാകും എന്ന ഉത്കണ്ഠയിലാണ് മനുഷ്യകുലം മുഴുവൻ. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിനടുവിലാണ് നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതായ ഒരു വിഷയം. അതാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവും നമ്മുടെ പ്രത്യാശയും. കർത്താവിൻ്റെ വരവും നമ്മുടെ പ്രത്യാശയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ ഭൂമിയുടെ നമ്മുടെ താൽക്കാലിക ജീവിതം കുറച്ച് നാളെ ഉള്ളൂ. അതുകൊണ്ടാണ് താൽക്കാലിക ജീവിതം എന്ന് പറയുന്നത്. നാം ഇവിടെ പരദേശികളാണ്. ഇത് നമ്മുടെ പരദേശ വാസമാണ്. അതിഥികളായിട്ട് ഇവിടെ വന്ന് കുറച്ചുനാൾ താമസിച്ചിട്ട് കടന്നു പോകുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ഓരോ ദിവസവും നാം ഈ ഭൂമിയിൽ പിന്നിടുമ്പോൾ നമ്മുടെ പ്രത്യാശ പിന്നെയും പിന്നെയും പുതുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം കർത്താവിൻ്റെ വരവിനോട് നാം ഓരോ ദിവസവും അടുത്തടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് തീത്തോസിൻ്റെ പുസ്തകം 2:15 വായിക്കാം. ലെറ്റ് us go to Titus 2:15 for our today's study. വാക്യം 15 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. എന്താണ് ഇവിടെ പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ടതായ വിഷയം? ഇന്നത്തെ കാലയളവിൽ, ഇന്നത്തെ ജീവിത സാഹചര്യത്തിന് നടുവിൽ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ പ്രസംഗിക്കപ്പെടേണ്ടത്, ഏറ്റവും ശക്തമായ ഭാഷയിൽ പ്രബോധിക്കപ്പെടേണ്ടത്, ഏറ്റവും കർശനമായ ശാസനയ്ക്ക് വിധേയപ്പെടേണ്ടതുമായ വിഷയം ഒന്നേ ഉള്ളൂ. അതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവും അതിനായുള്ള നമ്മുടെ ഒരുക്കവും. നാം എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നാം തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ വിഷയം അല്ലാതെ മറ്റെന്ത് വിഷയമാണ് ഇന്ന് മനുഷ്യരോട് നമുക്ക് പറയുവാനായിട്ടുള്ളത്? എല്ലാം ശരിയാകുമെന്ന് പറയുവാൻ നമുക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ എല്ലാം മാറുമെന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങുക എന്നതിലല്ലാതെ മറ്റെന്താണ് ഇന്ന് പറയുവാൻ പ്രസക്തിയുള്ള വിഷയം? ലോകത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാനുള്ളതുമായ സകല സംഭവങ്ങളും എന്തിനെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്? ഈ ഉലകത്തിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? അതേ പ്രിയരെ, വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ
മേഘപ്രത്യക്ഷതയ്ക്ക് സമയം ഇനി അധികമില്ല. കർത്താവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു. വാസ്തവത്തിൽ ഇപ്പോൾ നമുക്ക് നീട്ടിക്കിട്ടിയിരിക്കുന്ന ഈ സമയം നമ്മുടെ പ്രിയപ്പെട്ട അനേകർ കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് കടന്നുപോയി. അത് നമുക്കും സംഭവിക്കാമായിരുന്നു. ആ രോഗം നമ്മയും പിടികൂടാമായിരുന്നു. ഒരുപക്ഷെ രോഗം വന്നിട്ട് നാം സൗഖ്യമായതാണ്. നമുക്ക് കർത്താവ് സമയം അനുവദിച്ചു തന്നിരിക്കുക. ഈ നീട്ടിക്കിട്ടിയ സമയം ദൈവത്തിൻ്റെ ദാനമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദയയാണ്, കരുണയാണ് എന്നോർത്ത് നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ധന്യനായ പൗലോസ് തീത്തോസിനോട് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ട വിഷയം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ചായിരുന്നു. അതൊന്നുകൂടെ ഇന്ന് വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം 2:11 മുതൽ 14 വരെ. ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 11 to 14. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: ദീസ് തിങ്സ് സ്പീക്ക് ആൻഡ് എക്സോർട്ട് ആൻഡ് rebuke with all authority. കർത്താവിന്റെ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിലയേറിയ സത്യങ്ങളും കടമകളുമാണ് ഇവിടെ പരാമർശപ്പെട്ടിരിക്കുന്നത്. പാപം ചെയ്യാതെ എന്ന് വെച്ചാൽ തെറ്റിലേക്ക് പോകാതെ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വിട്ടൊഴിയുക, എന്നിട്ട് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ഈ ലോകത്തിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. പാപം വിട്ടൊഴിഞ്ഞ് ദൈവഭയത്തോടെ ദൈവഭക്തിയോടെ ജീവിക്കണം എന്ന് സാരം. അതെങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നാണ് അപ്പോസ്തലൻ തീത്തോസിനോട് പറയുന്നത്. അത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം, അത് പ്രബോധിപ്പിക്കണം, അത് അധികാരത്തോടെ ശാസിക്കണം. തിരുവെഴുത്തുകൾ എപ്പോഴും നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. 2 തിമോത്തി 3:16 കടന്നു വരുമ്പോൾ 2 തിമോത്തി 3:16 എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അപ്പോൾ നാം ഇവിടെ കണ്ടത് തീത്തോസിനോട് പൗലോസ് പറയുന്ന കാര്യങ്ങൾ: 1, നീ പ്രസംഗിക്കുക; 2, നീ പ്രബോധിപ്പിക്കുക; 3, നീ അധികാരത്തോടെ ശാസിക്കുക. എന്താണ് പ്രസംഗിക്കപ്പെടേണ്ടത്? എന്താണ് പ്രസംഗിക്കേണ്ട വിഷയം? തിരുവചനത്തിലെ സത്യോപദേശത്തെ ആണ് നാം പ്രസംഗിക്കേണ്ടത്. സുവിശേഷത്തെയാണ് നാം പ്രസംഗിക്കേണ്ടത്. ഈ ഉപദേശത്തെ, ഈ സുവിശേഷത്തെ പൊരുൾ തിരിച്ച് നാം പഠിപ്പിക്കണം. പാപത്തെക്കുറിച്ച് ജനത്തെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ അവരുടെ ജീവിതം നന്നാക്കി അത് അവർക്കും മറ്റുള്ളവർക്കും ഗുണകരമായ നിലയിലാക്കാൻ അവരെ ഉപദേശിക്കുക. ഇതാണ് വാസ്തവത്തിൽ ശരിയായ ഉപദേശം. ഇത് കർത്താവ് യേശുക്രിസ്തുവിലൂടെയുള്ള കൃപയുടെ ഉപദേശമാണ്. ഈ കൃപയിലൂടെയാണ് രക്ഷയുടെ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് മാനവജാതിക്ക് വഴി തുറന്നത്. ഇത് പാപങ്ങളെ ഏറ്റുപറയുന്നതിലൂടെയും കർത്താവിൻ്റെ രക്തത്താൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിലൂടെയും ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്ന രക്ഷ എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന സമാധാനവും പാപക്ഷമയും ശുദ്ധീകരണവുമാണ് പ്രഖ്യാപിക്കുന്നത്. ഈ കൃപയുടെ സുവിശേഷം വ്യക്തമായും ശക്തമായും പരസ്യമായും ധൈര്യമായും
വിശ്വസ്തയോടെയും പറയുക. എന്നിട്ട് അതിലൂടെ അഭക്തിയും ലൗകിക മോഹങ്ങളും വർജിക്കുവാനായിട്ട് ആവശ്യപ്പെടുക. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി ക്ഷമയോടെ കാത്തിരിക്കുവാൻ അവരോട് പറയുക. ഇന്ന് ദൈവവചനം അനേക തലങ്ങളിൽ, അനേക ഇടങ്ങളിൽ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ അറിയുവാൻ ആഗ്രഹിക്കുന്നവരായിട്ട് ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ യഥാർത്ഥ വചനം പ്രസംഗിക്കാതെ അവിടെയും ഇവിടെയും ചെന്ന് ചില വാക്കുകൾ മാത്രം എടുത്ത് ചില കാര്യങ്ങൾ, സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ആളുകളെ ഇക്കിളി കൂട്ടുന്ന അല്ലെങ്കിൽ ആളുകളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന അനേക പ്രസംഗങ്ങൾ നമ്മളിന്ന് കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ധാരാളം അങ്ങനെയുള്ള പ്രസംഗങ്ങൾ നമുക്ക് മുമ്പിൽ കാണുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ സത്യവചനത്തെയാണ് യഥാർത്ഥമായിട്ട് പ്രസംഗിക്കേണ്ടത്. ആമേൻ, ആമേൻ. നമ്മൾ വാസ്തവത്തിൽ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പോകുമ്പോൾ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാനാണ് തിമോത്തിയോസിനോട് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം പ്രബോധിപ്പിക്കാൻ പറയുന്നു. എന്തിനാണ് പ്രബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളത്? സ്വയം വഞ്ചിക്കപ്പെട്ടുകൊണ്ട് കേവലം വചനം കേൾക്കുന്നവരായി മാത്രം മാറാതെ അത് ശ്രദ്ധിച്ചും ഗ്രഹിച്ചും അനുഷ്ഠിക്കുന്നവരായാൽ മാത്രമേ ഒരു വ്യക്തി വചനത്തിൽ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, വചനത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു. ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 31. തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവവചനത്തിൽ നിലനിൽക്കുവാനായിട്ട് അവരെ പ്രബോധിപ്പിക്കണം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 21-ാം വാക്യം, ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 21. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും. അപ്പോൾ ഈ വചനത്തിൻ്റെ പ്രത്യേകത നിങ്ങളെ ആത്മാക്കളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ളതായ, ശക്തിയുള്ളതായ വചനമാണ്. എന്നാൽ 22 വായിക്കുന്ന എങ്ങനെയാണ്? എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. അപ്പോൾ ദൈവവചനത്തിലെ സത്യങ്ങളെ ജനങ്ങളെ നന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അതവരെ നന്നായിട്ട് പ്രബോധിപ്പിക്കണം. ഇന്നത്തെ കാലയളവിൽ വാസ്തവത്തിൽ വളരെയധികം ഗൗരവത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരും ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതായ കാര്യമാണ് ഇത്. ദൈവവചനം പഠിപ്പിക്കുവാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളവരുണ്ട്. ഇത് അവർക്ക് മാത്രമല്ല, ഇതെല്ലാ വിശ്വാസികൾക്കും കൂടിയുള്ള ഒരു ദൂതാണ്. നമുക്കറിയാവുന്ന വചനം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം, അവരെ അതിൽ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തി നിർത്തുവാൻ ഇടയാകണം. മൂന്നാമത്തെ കാര്യമാണ് ശാസിക്കുക എന്നുള്ളത്. ഇംഗ്ലീഷിൽ ഞാൻ മുമ്പ് വായിച്ചല്ലോ, റിബ്യൂക്ക് വിത്ത് ഓൾ അതോറിറ്റി. എങ്ങനെയാണ് ശാസിക്കണം ഇവിടെ എഴുതിയിരിക്കുന്നു? അധികാരത്തോടെ ശാസിക്കണം. അധികാരത്തോടെ എന്താ ശാസിക്കേണ്ടത്? ഇന്നത്തെ സഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകളും തെറ്റായ പഠിപ്പിക്കലുകളും തെറ്റായ പ്രവണതകളും സകല അധർമ്മവും ദുഷ്ടതയും ഇതൊക്കെയാണ് അധികാരത്തോടെ ശാസിക്കപ്പെടേണ്ടത്. ഒരുപാട് കള്ള പ്രവാചകന്മാരാൽ, എന്ന് വെച്ചാൽ വേദപുസ്തകത്തിലെ സത്യങ്ങളെ കോട്ടിക്കളയുന്ന പഠിപ്പിക്കലുകളാൽ, വേദപുസ്തകത്തിലെ സത്യങ്ങളെ തെറ്റായിട്ട് പരാമർശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാൽ
ഒരുപാട് ആളുകൾ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നു, പിന്മാറ്റത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 2 മുതൽ വായിക്കുമ്പോൾ 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. 3-ാം വാക്യത്തിൽ പറയുന്നു, വചനം കേൾക്കുന്നവർ എന്താ കേൾക്കാൻ അവർ ഇഷ്ടപ്പെടുന്നത്? അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും. അപ്പൊ കർണരസമാ ഉള്ള കാര്യങ്ങളാണ് കേൾക്കേണ്ടത്. സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണമാണ് അവർക്ക് വചനം കേൾക്കുവാൻ ഇഷ്ടമുള്ളത്. പഥ്യോപദേശത്തെ അവർക്ക് സ്വീകാര്യമല്ല. 4-ാം വാക്യം പറയുന്നു, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ ചെയ്യുന്ന കാലം വരും. അതിപ്പോൾ വന്നു കഴിഞ്ഞു. സത്യം ആർക്കും കേൾക്കണ്ട, അറിയണ്ട. വചനത്തിൽ സത്യം എവിടെയെങ്കിലും വിളിച്ചു പറഞ്ഞാൽ, ഏതെങ്കിലും ബൈബിൾ ക്ലാസ് ഉണ്ടെങ്കിൽ അതിന് പോകുവാൻ ആളുകൾ കാണത്തില്ല. എന്നാൽ കുറെ ഇളക്കപ്പെരുപ്പത്തിൻ്റെ സുവിശേഷത്തിലെ സത്യങ്ങളെ മാറ്റിവെച്ചിട്ട് ആളുകളെ ഇളക്കി വിടുന്ന, ആളുകളെ വളരെയധികം ഇക്കിളിപ്പെടുത്തുന്ന, അവരെ സന്തോഷിപ്പിക്കുന്ന, പലതും പറഞ്ഞ് തമാശകളും കളിയും ചിരിയും ഒക്കെ പറഞ്ഞ് അവരെ രസിപ്പിക്കുന്ന അങ്ങനെയുള്ള വേദികളിലേക്ക് ആളുകൾ ഇരച്ചെത്തുകയാണ്. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ പോലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോലും അതിന് ധാരാളം ലൈക്സും ധാരാളം വ്യൂവേഴ്സും ഉണ്ട്. അത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും മറ്റേത് മീഡിയയിലായാലും. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ ആളുകൾ തിരിയുന്ന ഒരു കാലം വരും എന്ന് അന്ന് ഇത് 1-ാം നൂറ്റാണ്ടിൽ എഴുതിയ വാചകമാണെങ്കിലും ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ഇത് വളരെയധികം അതിൻ്റെ ഉന്നതമായ ശ്രേണിയിൽ എത്തി നിൽക്കുന്നു എന്ന സങ്കടത്തോടെ നമുക്ക് സമ്മതിക്കേണ്ടി വരും. അനേക ആളുകൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേക ആളുകൾ സത്യസുവിശേഷത്തിൽ നിന്നും സത്യത്തിൽ നിന്നും മാറി വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ സുവിശേഷത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി വീറോടെ വിശ്വാസത്തോടെ നിലകൊണ്ട അനേകരും ഇന്ന് ആ പോർക്കളത്തിലില്ല. ഇന്ന് വിശ്വാസത്തിൽ അവരില്ല. അവർക്കിഷ്ടമുള്ള മറ്റു പലരും തിരഞ്ഞെടുത്ത് അവരതിൽ നിന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞു. അവരുടെ കൂടെ ഒരു നല്ല പങ്ക് ആളുകളും അവരെ പിന്തുടർന്ന് പോയിട്ടുണ്ട്. നാം എല്ലാവരും വിശ്വാസത്തിൽ വളരണം. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ തികഞ്ഞ പുരുഷവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കണം. 11-ാം വാക്യം, ക്രിസ്തുവിന്റെ ശരീരം എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. അപ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ആത്മിക വർധനയ്ക്കും ആകുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോസ്തലൻ പറയുന്നത് അതിന്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നു, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുള്ളുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാൻ ഇടയാകും. ദുരുപദേശ നിമിത്തം അനേക ആളുകൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നവർക്ക് തീരുമാനിക്കാൻ കഴിയാത്ത ഒരു നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തീത്തോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നീ അധികാരത്തോടെ ശാസിക്കണം. എന്തധികാരത്തോടെ? ക്രിസ്തുവിൻ്റെയും അവൻ്റെ സഭയുടെയും അധികാരം, കർത്താവിൻ്റെ നാമത്തിലും അവൻ്റെ കൽപ്പനയിലും അടങ്ങിയിരിക്കുന്ന അധികാരം. അപ്പോൾ യാതൊരു അധികാരവുമില്ലാതെ നാം ശാസിച്ചാൽ ആ ശാസന ആരും വലിയ ഗൗരവമായി എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്രകാരം മൂർച്ചയോടും തീവ്രതയോടും കൂടി അത് ചെയ്താൽ തെറ്റുകൾ ശരിയായി അപഗ്രഥിക്കപ്പെടുന്നതിനും
ആ തെറ്റുകൾ തിരുത്തപ്പെടുന്നതിനും ആവശ്യമായ പശ്ചാത്താപം, മാനസാന്തരം, മുൻകരുതലുകൾ എന്നിവ സഭയ്ക്കകത്ത് നടക്കും. 1 തിമോത്തി 5 അധ്യായത്തിന്റെ 20 വാക്യം, 1 തിമോത്തി 5:20. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്ക് ഭയത്തിനായി എല്ലാവരും കേൾക്ക് ശാസിക്കാം. ഈ അധികാരം കർത്താവ് നമുക്ക് മുന്നമേ കൈമാറിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ആ വാക്യങ്ങൾ കൂടി വായിച്ച് ഈ ചിന്തകൾ അവസാനിപ്പിക്കാമെന്ന് ഞാൻ കർത്താവിൽ സ്മരണപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിന്റെ 18 വാക്യം, മാത്യു 28:18. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യനാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുണ്ട് എന്ന് അരുളി ചെയ്തു. മർക്കോസ് 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 15 വാക്യം, മാർക്ക് 16:15. പിന്നെ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. അത് അവരുടെ പാപങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവർ ചെയ്യുന്നത് ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണെന്ന് അവരോട് പറഞ്ഞു മനസ്സിലാക്കുക. അവർ ചെയ്യുന്ന ഒരുപക്ഷെ അവരുടെ സ്വന്തമായ നേട്ടത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കാം. അവർ വചനത്തെ അവഗണിക്കുകയും സത്യത്തെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ലായിരിക്കാം. ദൈവവചനം കേൾക്കുന്നവർ വിശ്വാസവും അനുസരണയുള്ള മനസ്സോടെയും ഹൃദയത്തോടെയും കേൾക്കുന്നില്ലായിരിക്കാം. വചനത്തിന് വിരുദ്ധമായ നിലവാരത്തിലായിരിക്കും അവർ ജീവിക്കുന്നത്. കാരണം അവർ ദുശ്സാഠ്യമുള്ളവരും അനുസരണക്കേട് കാട്ടുന്നവരും ആയിത്തീർന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവം അയച്ചിരിക്കുന്ന വചനത്തെ അതിൻ്റെതായ ഗൗരവത്തോടെ അത് ദൈവത്തിൻ്റെ പക്കലിന് കടന്നു വന്നതുപോലെ തന്നെ ആണ് കൈക്കൊള്ളേണ്ടത്. അതിനാലാണ് അവരെ പൂർണ്ണ അധികാരത്തോടെ ശാസിക്കണമെന്ന് ഇവിടെ കൽപ്പിക്കുന്നത്. തെസ്സലോനിക്ക സഭയിലേക്ക് കടന്നു വരുമ്പോൾ 1 Thessalonians chapter 1:5, 1 തെസ്സലോനി 1 അധ്യായത്തിന്റെ 5 വാക്യം, ഞങ്ങൾ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറുന്നു എന്നും അറിയുന്നുവല്ലോ. 1 തെസ്സലോനി 2 അധ്യായത്തിന്റെ 13 വാക്യം, 1 തെസ്സലോനി 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരന്മാരെ, യഹൂദിയിൽ ക്രിസ്തുവേശുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചു തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. ശാസിക്കുന്നതിൽ ചിലപ്പോൾ മുന്നറിയിപ്പുകൾ കാണും, ഭീഷണികൾ കാണാം, കർശനമായ അച്ചടക്കമൊക്കെ കണ്ടേക്കാം. നിസ്സാരമായി കാണുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ കർശനമായി അധികാരത്തോടെ ശാസിക്കണം, അത് പ്രബോധിപ്പിക്കണം, അതവരെ പഠിപ്പിക്കണം, ഉപദേശിക്കണം. ആമേൻ. ഈ കാര്യങ്ങളിൽ ഉത്തരവാദിത്വം നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകാതെ നമുക്കത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം നമുക്ക് മുമ്പിൽ അധികം സമയം ഇനി ബാക്കിയില്ല. കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. ആസന്നമായ കർത്താവിൻ്റെ വരവിന് മുൻപ് നമ്മെ തന്നെ എങ്ങനെയെല്ലാം ഒരുക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം ഒരുക്കുവാൻ നാം വളരെയധികം ബോധവാന്മാരും ബോധമതികളും ആകേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. കർത്താവ് വരിക തന്നെ ചെയ്യും. അവൻ പോയതുപോലെ മടങ്ങി വരുന്ന ഒരു ദൈവമാണ്. അവൻ പറഞ്ഞിട്ട് പോയതാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരും വചനങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.